തൃശൂർ പൂരത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഉദ്യോഗസ്ഥ താൽപര്യത്തിന് മാറ്റാൻ അനുവദിക്കില്ലെന്ന് തിരുവമ്പാടി ദേവസ്വം. കമ്മീഷണർ അങ്കിത് അശോകിനെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഇന്നുണ്ടായേക്കും. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന് 3 നാൾ കൂടി. ദേശീയ നേതാക്കളെ രംഗത്തിറക്കിയ പ്രചരണ രംഗം കൊഴുപ്പിച്ച മുന്നണികൾ. വോട്ടെടുപ്പ് വെള്ളിയാഴ്ച. കലറ്റിങ്ങര റെയിൽവേ സ്റ്റേഷന് സമീപം റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകൾ കത്തിനശിച്ചു. 10ഓളം ഇരുചക്ര വാഹനങ്ങളാണ് കത്തിനശിച്ചത്. തീപിടുത്തത്തിന് കാരണം വ്യക്തമല്ല. മങ്ങാട്ടുകരയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥാപിച്ച VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ച നിലയിൽ. ഇരിങ്ങാലക്കുടയിൽ ഇന്നസെന്റിന്റെ ചിത്രം വെച്ച് സ്ഥാനാർത്ഥി പോര്. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ പൂരത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഉദ്യോഗസ്ഥ താൽപര്യത്തിന് മാറ്റാൻ അനുവദിക്കില്ലെന്ന് തിരുവമ്പാടി ദേവസ്വം. കമ്മീഷണർക്കെതിരായ നടപടി സ്വാഗതം ചെയ്ത ദേവസ്വം പൂരം വരും വർഷങ്ങളിൽ നല്ല രീതിയിൽ നടത്തിപ്പോകണമെങ്കിൽ സർക്കാർ തലത്തിൽ ആവശ്യമായ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ. പൂരത്തിന് മുന്നേ ചേർന്ന ഉദ്യോഗസ്ഥ യോഗങ്ങളിൽ നടത്തിപ്പ് സംബന്ധിച്ച് കൃത്യമായ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ യോഗങ്ങളിൽ അംഗീകരിച്ചതൊന്നും പോലീസ് നടപ്പിലാക്കിയതും മറ്റൊന്നുമാണ്. പുലർച്ചെ 2 മണി വരെ സമയമുണ്ടായിട്ടും മണിക്കൂറുകൾ മുൻപേ പോലീസ് റൗണ്ടിലേക്കുള്ള റോഡുകൾ എല്ലാം ബാരിക്കേഡ് നിരത്തി അടച്ചുകെട്ടി ജനങ്ങളെ അകറ്റി നിർത്തി. വെടിക്കെട്ടിന്റെ പേരിൽ ചരിത്രത്തിലാദ്യമായിട്ട് പ്രദർശനം നിർത്തിവെപ്പിച്ചു. ഇതുമൂലം മുൻകാലത്തെ അപേക്ഷിച്ച് അന്നേ ദിവസത്തെ വരുമാനം പകുതിയായി കുറഞ്ഞു. വടക്കുന്നാഥന്റെ മുന്നിലെ ദീപസ്തംഭം കത്തിക്കാനെത്തിയ ഒരു ACPയും ആനയ്ക്ക് പട്ടയും കുടമാറ്റത്തിനുള്ള സ്പെഷ്യൽ കൊടികളുമായി എത്തിയവരെ കമ്മീഷണർ നേരിട്ടും തടഞ്ഞു. പ്രസിഡന്റ്, സെക്രട്ടറി അടക്കമുള്ള ദേവസ്വം ഭാരവാഹികളോട് അപമര്യാദയായി പെരുമാറി. ഇതൊന്നും കേട്ടുകേൾവിയില്ലാത്തതാണ്. ഇത്തരം പോലീസ് ഗുണ്ടാരാജ് അംഗീകരിക്കാനാകില്ലെന്ന് തിരുവമ്പാടി ദേവസ്വം വ്യക്തമാക്കി. വിഷയങ്ങളിൽ ഇടപെട്ട മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രി രാജനും പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ആവശ്യമായ ഇടപെടൽ നടത്തിയതിൽ നന്ദി അറിയിച്ച തിരുവമ്പാടി ദേവസ്വം കമ്മീഷണർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നും പൂരം തകർക്കാനുള്ള ഗൂഢാലോചനയിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ദേവസ്വവുമായും പൂരത്തിൽ മികച്ച സമീപനവും ഇടപെടലും നടത്തിയ അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനെതിരായ നടപടി വിഷമകരമാണ്. ഇക്കാര്യം മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുമെന്നും ദേവസ്വം അറിയിച്ചു. അതേസമയം വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് സുരേഷ് ഗോപിയെ തങ്ങൾ വിളിച്ചെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ദേവസ്വം തള്ളി. തങ്ങൾ ആരെയും വിളിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ PA ആണ് ദേവസ്വം സെക്രട്ടറിയെ വിളിച്ചു നൽകിയത്. പ്രശ്നത്തിൽ ഇടപെട്ട സ്ഥാനാർത്ഥികൾ എല്ലാം നേരിട്ടെത്തിയിരുന്നതായും പൂരം രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ലെന്നും ദേവസ്വം വ്യക്തമാക്കി. തിരുവമ്പാടി ദേവസ്വം ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ TA സുന്ദർ മേനോൻ, സെക്രട്ടറി K ഗിരീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് P ശശിധരൻ എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. തൃശൂർ പൂരം ക്രമസമാധാന പാലനത്തിൽ വീഴ്ച വരുത്തിയ കമ്മീഷണർ അങ്കിത് അശോകിനെ മാറ്റിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഇന്നുണ്ടാകും. അങ്കിതിന് പകരം നിയമനം നൽകാനുള്ളവരുടെ പട്ടിക സർക്കാർ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിരുന്നു. ഇതിൽ ഒരാളെ കമ്മീഷൻ നിശ്ചയിച്ചാൽ ഉത്തരവുടനുണ്ടാകും. ACP സുദർശനെയും സ്ഥലം മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയാണ് ഇരുവരെയും മാറ്റാൻ നിർദ്ദേശം നൽകിയത്. തൃശൂർ പൂരത്തിന്റെ കൊടമാറ്റത്തിന് ശേഷമുള്ള ചടങ്ങുകളെല്ലാം പോലീസിന്റെ കർശന നിയന്ത്രണങ്ങളുടെ ഭാഗമായി അലങ്കോലപ്പെട്ടിരുന്നു. ഇത് ഉൾപ്പെടെ പരിശോധിക്കാൻ DGPക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കമ്മീഷണറെ മാറ്റിയതുകൊണ്ട് മാത്രം പ്രശ്നം തീരില്ലെന്ന് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികൾ ആരെന്ന് ജനത്തിനറിയണം. അതിനായി അന്ന് രാത്രി നടന്ന മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. പൂരദിവസം കാണാതിരുന്ന NDA സ്ഥാനാർത്ഥി പുലർച്ചെ സേവാഭാരതിയുടെ ആംബുലൻസിൽ തിരുവമ്പാടി ദേവസ്വം ഓഫീസിൽ വന്നപ്പോൾ തന്നെ എന്തോ കളികൾ നടന്നതായി മനസ്സിലായെന്നും മുരളീധരൻ പറഞ്ഞു. കമ്മീഷണർ മാറ്റിയോണ്ട് പ്രശ്നം തീരില്ല. അന്ന് രാത്രി നടന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ജുഡീഷ്യൽ എൻക്വയറി നടത്തണം. പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികൾ ആരാണെന്ന് ജനത്തിനറിയണം. ഇത് ഒരു തിരക്കഥ പോലെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. പൂര ദിവസം അവിടെ കാണാത്ത BJP സ്ഥാനാർത്ഥി പെട്ടെന്ന് അർദ്ധരാത്രി സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നപ്പോൾ തന്നെ എന്തൊക്കെയോ ചില കളികൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒന്നിനോടും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. ജുഡീഷ്യൽ എൻക്വയറി നടത്തി പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികളെ ജനത്തിൻ്റെ കൺമുമ്പിൽ കൊണ്ടുവരണം. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന് ഇനി 3 നാൾ കൂടി. വെള്ളിയാഴ്ചയാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. ദേശീയ നേതാക്കളെ രംഗത്തിറക്കി പ്രചരണ രംഗം
കൊഴുപ്പിക്കുകയാണ് മുന്നറികൾ. വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട തന്ത്രങ്ങളുമായി ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികളും നേതാക്കളും. ഒരു മാസത്തിലേറെ നീണ്ട പ്രചരണത്തിന് ബുധനാഴ്ച വൈകിട്ട് കലാശക്കൊട്ടോടെ സമാപനമാകും. കഴിഞ്ഞ തവണത്തെ 19 നിന്ന് 2020 UDFിന്റെ ലക്ഷ്യം. എന്നാൽ ഒരു സീറ്റിൽ നിന്ന് 10 സീറ്റെങ്കിലും ഇടതുമുന്നണി ലക്ഷ്യം വെക്കുന്നുണ്ട്. കേരളം ബാലികേറ മലയല്ലെന്ന് തെളിയിക്കാൻ 18 അടവും പയറ്റുകയാണ് BJP. പ്രവചനാതീതമായ അടിയൊഴുക്കുകളിൽ ആശങ്കയുണ്ടെങ്കിലും പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലും അവകാശവാദങ്ങൾക്ക് ഒട്ടും കുറവില്ല. കല്ലേറ്റിങ്ങര റെയിൽവേ സ്റ്റേഷന് സമീപ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ചു. 10ഓളം ഇരുചക്ര വാഹനങ്ങളാണ് കത്തിനശിച്ചിട്ടുള്ളത്. തീപിടുത്തത്തിന് കാരണം വ്യക്തമല്ല. ഇരിങ്ങാലക്കുടയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ആളൂർ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചു. മാങ്ങാട്ടുകരയിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളാണ് മുറിച്ചെടുത്ത് കാനയിൽ എറിഞ്ഞും കുത്തിക്കീറിയും നശിപ്പിച്ചത്. തിങ്കളാഴ്ച രാവിലെയാണ് കണ്ടശാങ്കടവ് മുറ്റുച്ചൂർ റോഡിൽ മാങ്ങാട്ടുകര AUP സ്കൂളിന് സമീപം VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകളും തോരണങ്ങളും നശിപ്പിച്ചതായി കാണുന്നത്. ചക്കാമഠത്തിൽ വേണുഗോപാലൻ, തെറ്റില ചാക്കോ തുടങ്ങിയവരുടെ ഭൂമിയിൽ സ്ഥാപിച്ച 10ഓളം ഫ്ലക്സ് ബോർഡുകളാണ് നശിപ്പിച്ചത്. ബോർഡുകൾ നശിപ്പിച്ച് കാനയിലിട്ട നിലയിലാണ്. പലതും കുത്തിക്കീറി. ചുമരിൽ ഒട്ടിച്ചിരുന്ന പോസ്റ്ററുകളും കീറി നശിപ്പിച്ച നിലയിലാണ്. അന്തിക്കാട് പഞ്ചായത്ത് 1-ാം വാർഡിലെ 22-ാം നമ്പർ ബൂത്തിലാണ് സംഭവം. വിവരമറിഞ്ഞ് പാർട്ടി പ്രവർത്തകരും പോലീസും സ്ഥലത്തെത്തി. LDF അന്തിക്കാട് വെസ്റ്റ് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് TI ചാക്കോയുടെ നേതൃത്വത്തിൽ പോലീസിനും ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകി. ഇവിടെ അന്തിക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ളൊരു ശത്രു വൈര്യത്തോടുകൂടി കാണുന്ന ഒരു പരിപാടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ സൗഹാർദ്ദപരമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കാറ്. പക്ഷെ ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ ബോർഡുകൾ നശിപ്പിച്ച് ഇതിനെ ഇലക്ഷനെ പ്രശ്നകലുഷിതമാക്കാനായിട്ടുള്ള ശ്രമമാണ് ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. LDF അന്തിക്കാട് വെസ്റ്റ് മേഖലാ സെക്രട്ടറി പ്രദീപ് കൊച്ചത്ത്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് AV ശ്രീവത്സൻ, വാർഡ് മെമ്പർ മിനി ചന്ദ്രൻ, സെക്രട്ടറി സാജൻ കൂട്ടാല തുടങ്ങിയവർ സ്ഥലത്തെത്തി. പരാജയഭീതി പൂണ്ടവരാണ് ഇരുട്ടിനെ മറയാക്കി ആക്രമണം നടത്തിയതെന്ന് നേതാക്കൾ ആരോപിച്ചു. ഇതൊക്കെ ഞങ്ങൾ ചിരിച്ചുകൊണ്ട് നേരിടുക. കാരണം അന്തിക്കാട് അങ്ങനെ ഒരു മറ്റേ സംഘർഷങ്ങളുടെ പ്രദേശമല്ല. തോൽവി കണ്ട് പരാജയഭീതി പൂണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇരുട്ടിന്റെ മറവിൽ ഇങ്ങനെ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അത് മറുപടി കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പിലൂടെ തങ്ങൾ മറുപടി നൽകുമെന്നും അന്തിക്കാട് മേഖലയിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷം സുനിൽകുമാറിന് നേടിക്കൊടുക്കുമെന്നും ഇവർ പറഞ്ഞു. സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ പ്രകടനം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. TCV ന്യൂസ്, തൃശൂർ. ഇരിങ്ങാലക്കുടയിൽ ഇന്നസെന്റിന്റെ ചിത്രം വെച്ച് സ്ഥാനാർത്ഥി പോര്. സുരേഷ് ഗോപിക്കൊപ്പം സുനിൽകുമാറിനൊപ്പവും മുൻ MPയും സിനിമാ താരവുമായി ഇന്നസെന്റ് നിൽക്കുന്ന ചിത്രങ്ങളാണ് ബോർഡുകളിലുള്ളത്. AKP റോഡിൽ ഒഴിഞ്ഞ പറമ്പിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി സുനിൽകുമാറിന്റെ ബോർഡാണ് ആദ്യം ഉയർന്നത്. ചാലക്കുടിയിലെ മുൻ ഇടതുപക്ഷ MPയും ഇടതുപക്ഷ സഹയാത്രികനുമായിരുന്നു ഇന്നസെന്റ്. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും ഇന്നസെന്റും ഒരുമിച്ചുള്ള ചിത്രം സഹിതം ഇവിടെ ബോർഡ് ഉയരുന്നത്. കൂടൽമാണിക്യം ഉത്സവം നടക്കുന്നതിനാൽ ഉത്സവ ആശംസകളോടെ വോട്ട് അഭ്യർത്ഥിച്ചാണ് ബോർഡ് ഉയർത്തിയിരിക്കുന്നത്. തങ്ങളുടെ അനുവാദത്തോടെയല്ല സുരേഷ് ഗോപിയുടെ ബോർഡ് ഉയർത്തിയിരിക്കുന്നതെന്നും പാർട്ടിയുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഇന്നസെന്റിന്റെ കുടുംബം വ്യക്തമാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാവും മുൻ MPയും ചലച്ചിത്ര നടനുമായ ഇന്നസെന്റിന്റെ ചിത്രം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പ്രചരണ ബോർഡുകളിൽ വെച്ചതിനെതിരെ LDF ഇരിങ്ങാലക്കുട മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി P മണി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. മുന്നണിയുടെയോ ഇന്നസെന്റിന്റെ കുടുംബത്തിന്റെയോ അനുമതിയില്ലാതെയാണ് ചിത്രം ആലേഖനം ചെയ്തത്. ഇന്നസെന്റിന്റെ കുടുംബം ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു. തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയ സുരേഷ് ഗോപിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ദുരുപയോഗം ചെയ്ത് സ്ഥാപിച്ച ബോർഡുകൾ മാറ്റണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാകണമെന്ന അടിസ്ഥാന ഭരണഘടനാ തത്വം മോദി സർക്കാർ ലംഘിച്ചതിന്റെ ഫലമാണ് പൗരത്വ നിയമമെന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. LDF ആലത്തൂർ പാർലമെന്റ് സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF കുന്നംകുളം ഈസ്റ്റ് വെസ്റ്റ് മേഖലാ കമ്മിറ്റികൾ സംഘടിപ്പിച്ച റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF മണ്ഡലം ചെയർമാൻ KT ഷാജൻ അധ്യക്ഷത വഹിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, CPM ഏരിയ സെക്രട്ടറിമാരായ MN സത്യൻ, KD ബാഹുലയൻ തുടങ്ങിയവർ സംസാരിച്ചു. മോഡി ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ കള്ളങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്.
2019 തെരഞ്ഞെടുപ്പ് സമയത്ത് കൃഷിക്കാരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞു. മോദി സർക്കാർ ഇനിയും അധികാരത്തിൽ വന്നാൽ ഇന്ത്യയെ സർവനാശത്തിലേക്ക് നയിക്കുമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. LDF പുതുക്കാട് പഞ്ചായത്ത് റാലിയും പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RSS ഭീഷണിയെ സംബന്ധിച്ച് ബോധ്യമുള്ളതുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ മതേതരത്വ ജനാധിപത്യ മനസ്സ് ഇവർക്ക് ഒരവസരം കൊടുക്കാത്തതെന്നും MA ബേബി പറഞ്ഞു. സുനന്ദ ശശി അധ്യക്ഷയായി KK രാമചന്ദ്രൻ MLA, LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജില്ലാ സെക്രട്ടറി KP രാജേന്ദ്രൻ, പുതുക്കാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് PK ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുനാടി ഭരണത്തിന് ഇന്ത്യയിൽ ഇടമുണ്ടായാൽ ഇന്ത്യയുടെ സർവനാശത്തിലേക്കാണ് നയിക്കുക എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇക്കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രസംഗം സ്കൂട്ടറിന്റെ പിറകിൽ 2 വയസ്സായ കുട്ടിയെ നിർത്തി അശ്രദ്ധമായി സ്കൂട്ടർ ഓടിച്ച പിതാവിനെതിരെ പോലീസ് കേസെടുത്തു. അമല പറപ്പൂർ റൂട്ടിൽ ചിറ്റിലപ്പള്ളി IAS എഞ്ചിനീയറിംഗ് കോളേജിന് സമീപമാണ് സംഭവം. മുള്ളൂർ സ്വദേശി ഹരിക്കെതിരെയാണ് പേരാമംഗലം പോലീസ് കേസെടുത്തത്. അമലയിൽ നിന്ന് ചിറ്റിലപ്പള്ളി ഭാഗത്തേക്ക് പോകുന്നതിനിടെയാണ് കുട്ടിയെ സീറ്റിന് മുകളിൽ നിർത്തി സ്കൂട്ടർ ഓടിച്ചത്. പോലീസിന് വീഡിയോ ദൃശ്യമടക്കം പരാതി ലഭിച്ചതിനെ തുടർന്നാണ് കേസ്. ചെമ്പുകമ്പികൾ മോഷ്ടിച്ച് വിൽപ്പന നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ 2 പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശികളായ ഖാലിദ്, മുഹമ്മദ് അലി, മുരുകായി എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം യേശുദാസ് റോഡിൽ പ്രവർത്തിക്കുന്ന ഷൈൻ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന സ്ഥാപനത്തിന്റെ കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിരുന്ന ചെമ്പുകമ്പികളാണ് പ്രതികൾ മോഷ്ടിച്ച് വിൽപ്പന നടത്താൻ ശ്രമിച്ചത്. സ്ഥാപനത്തിൽ നിന്ന് ഏതാനും ദിവസങ്ങളായി ചെമ്പുകമ്പികൾ മോഷണം പോകുന്നതിനാൽ സമീപത്തെ ആക്രി വിൽപ്പനശാലകളിൽ വ്യാപാര സ്ഥാപന ഉടമ അറിയിച്ചിരുന്നു. തുടർന്ന് ശനിയാഴ്ച വൈകിട്ടോടെ ചെമ്പുകമ്പികൾ വിൽപ്പന നടത്താനെത്തിയ ഇതര സംസ്ഥാനക്കാരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി സ്ഥാപന ഉടമയെ വിവരം അറിയിക്കുകയായിരുന്നു. ഉടമ ആക്രി കടയിലെത്തി നടത്തിയ പരിശോധനയിൽ ഇവരുടെ സ്ഥാപനത്തിൽ നിന്ന് മോഷണം പോയ ചെമ്പുകമ്പികളാണെന്ന് കണ്ടെത്തി. തുടർന്ന് പോലീസ് എത്തി ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവതിക്ക് പരിക്ക്. വെള്ളിക്കുളങ്ങര കാരിക്കടവ് ആദിവാസി കോളനിയിൽ ആശാ വർക്കർ ബീനയ്ക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. മറ്റത്തു ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ജോലിക്കായ ഭർത്താവ് രതീഷിനൊപ്പം ബൈക്കിൽ വരുമ്പോൾ ഹാരിസൺ എസ്റ്റേറ്റിലെ കാരിക്കടവ് പാൽപ്പുരയ്ക്ക് സമീപം വെച്ച് കാട്ടാന ആക്രമിക്കുകയായിരുന്നു. തുമ്പിക്കൈ കൊണ്ടുള്ള അടിയേറ്റാണ് ബീനയ്ക്ക് പരിക്കേറ്റത്. ബീനയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച ഒരാൾക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികനായ പഴവൂർ പടിക്കൽ പുരക്കൽ വീട്ടിൽ ശശിക്കാണ് പരിക്കേറ്റത്. ശശി എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPM പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു പുലിക്കോട്ടിലിന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുസ്മരണ യോഗം ചേർന്നു. പഴഞ്ഞി കാട്ടകാമ്പൽ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന സർവകക്ഷി അനുസ്മരണ യോഗത്തിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു, സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ആളിയാർ ഡാം തുറന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഭാരതപ്പുഴയിൽ വെള്ളമെത്തുമെന്ന് അധികൃതർ അറിയിച്ചു. കനത്ത വേനലിനെ തുടർന്ന് ഭാരതപ്പുഴയിൽ പമ്പിംഗ് മുടങ്ങിയ നിലയിലാണ്. ഇതിനെ തുടർന്നാണ് അധികൃതർ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് ആളിയാർ ഡാം അടിയന്തരമായി തുടർന്ന് ഭാരതപ്പുഴയിലേക്ക് വെള്ളം തുറന്നുവിടണമെന്ന് ആവശ്യപ്പെട്ടത്. ചൊവ്വാഴ്ചയോടുകൂടി കുട്ടിലമുക്ക് തടയിണയും തൊഴൂപ്പാടം താൽക്കാലിക തടയിണയും ഓവർഫ്ലോ ആയാൽ പൈങ്കുളം പമ്പിംഗ് പുനരാരംഭിക്കാൻ കഴിയും. പൂപ്പത്തിക്കാരുടെ ഉത്സവമായി മാറിയ സോയൂസ് സ്റ്റാർ സോക്കർ ഫെസ്റ്റിന്റെ ആരവത്തിന് ആവേശം നിറഞ്ഞ കൊടിയിറക്കം. ഫൈനൽ മത്സരം കാണാനെത്തിയവരുടെ ബാഹുല്യം സോക്കർ ഫെസ്റ്റിന്റെ ചരിത്രമായി മാറി. 2000-ഓളം സ്ത്രീകളടക്കം ആയിരങ്ങളാണ് ഫൈനൽ മത്സരം കാണാനെത്തിയത്. ഫൈനലിൽ ഇന്ത്യൻസ് പ്ലേ ബോയ്സ് കോഴിക്കോട് 1-3 ഗോളിന് ഹാപ്പി ഫ്രണ്ട്സ് ചെറുവാളൂരിനെ പരാജയപ്പെടുത്തി. അത്ഭുതപ്പെടുത്തുന്ന ജനപങ്കാളിത്തമാണ് പൂപ്പത്തി സോയൂസ് സ്റ്റാർ സോക്കർ ഫെസ്റ്റിൽ കണ്ടതെന്നും ജോലിക്കിടയിൽ കേരളത്തിലെ പല സ്ഥലത്തും പോയിട്ടുണ്ടെങ്കിലും ഇത്രയധികം സ്ത്രീകൾ സംഘാടകരും ഫുട്ബോൾ ആസ്വാദകരുമായി കണ്ടിട്ടില്ലെന്നും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത എറണാകുളം അഡീഷണൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജ് CK മധുസൂദനൻ പറഞ്ഞു. ഇതുപോലെ ജനപങ്കാളിത്തമുള്ള പ്രാദേശിക ഉത്സവമായി മാറിയ ഫുട്ബോൾ കളി ആദ്യമായാണ് കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്രയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ജനപങ്കാളിത്തത്തോടുകൂടി ഒരു മാമാകം എന്ന പോലെ തന്നെ ഒരു നാടിൻ്റെ ഒരു പ്രാദേശിക ഉത്സവം തന്നെയാക്കി മാറ്റിയ ഒരു പരിപാടി ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ ആദ്യമായിട്ട്. ജനറൽ കൺവീനർ KN വിഷ്ണു നമ്പൂതിരി അധ്യക്ഷനായി. റെയിൽവേ ചെസ് ദേശീയ പരിശീലകൻ TJ സുരേഷ് കുമാർ ട്രോഫികൾ വിതരണം ചെയ്തു. ചെയർമാൻ MP മുഹമ്മദ് റാഫി, ചീഫ് കോർഡിനേറ്റർ വിനോദ് മണപ്പുറത്ത്, വാർഡ് മെമ്പർ അനില സുനിൽ, വനിതാ വിഭാഗം പ്രതിനിധി ജെസ്സി, വൈസ് ചെയർമാൻ PP രാജൻ,
ജോയിന്റ് കൺവീനർ CP പ്രദീപ്, ഗുരുചൈതന്യ പുരുഷ സ്വയം സഹായ സംഘം പ്രതിനിധി MK കൃഷ്ണദാസ് എന്നിവർ പങ്കെടുത്തു. TCV മാള. കേരള ദളിത് ഫെഡറേഷൻ ഡെമോക്രാറ്റിക് ജില്ലാ പ്രവർത്തക സംഗമം ചേലക്കരയിൽ നടന്നു. സംഗമം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PM അനീഷ് ഉദ്ഘാടനം ചെയ്തു. KDFD സംസ്ഥാന സെക്രട്ടറി KP സുഗു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് A രതീഷ്, തമിഴ്നാട് ദളിത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രജനി കാളിമുത്തു, സംസ്ഥാന സെക്രട്ടറി M കണ്ണപ്പൻ, യുവജന വിഭാഗം സംസ്ഥാന കൺവീനർ ഷൈജു കരിഞ്ചപ്പാടി തുടങ്ങിയവർ സംസാരിച്ചു. RDOയുടെ നല്ല നടപ്പ് ഉത്തരവിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂരിൽ യുവാവിന്റെ വ്യത്യസ്ത പ്രതിഷേധം. പോലീസ് ഫാൻസ് പ്രവർത്തകനായ മേത്തല സ്വദേശി ഷാനുവാണ് ദേഹത്ത് മുദ്രാവാക്യം എഴുതി പോലീസ് സ്റ്റേഷനിലെത്തിയത്. തന്നെ നല്ല നടപ്പ് പട്ടികയിൽ ഉൾപ്പെടുത്തിയതുള്ള പ്രതിഷേധ സൂചകമായാണ് ദേഹത്ത് പെയിന്റ് അടിച്ച മുദ്രാവാക്യം എഴുതിയതെന്ന് ഷാനു പറഞ്ഞു. പോലീസ് ഫാൻസിന്റെ പേരിൽ നേരത്തെയും ഒറ്റയാൾ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ളയാളാണ് ഷാനു. സ്കൂൾ പാചക തൊഴിലാളികളെ വേജസ് ആക്ടിൽ നിന്ന് മാറ്റി വേതനത്തിന് പകരം ഓണറേറിയം മാത്രം നൽകാനുള്ള ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്കൂൾ പാചക തൊഴിലാളി സംഘടന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. HMS സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി മാത്യു ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സംസ്ഥാന സെക്രട്ടറി G ഷാനവാസ്, HMS തൃശൂർ ജില്ലാ സെക്രട്ടറി KS ജോഷി, തേറമ്പിൽ ശ്രീധരൻ, MN സുരേഷ്, PM ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടതുപക്ഷത്തെ മുഖ്യശത്രുവായി കാണുന്ന കോൺഗ്രസിന് ഹൈന്ദവ ഫാസിസത്തെ ചെറുക്കാൻ കഴിയില്ലെന്ന് മന്ത്രി P രാജീവ് പറഞ്ഞു. ചാലക്കുടി മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സായാഹ്നം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ MPമാരെ തങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റായാണ് BJP കാണുന്നത്. എന്നാൽ ഇടതുപക്ഷ MPമാർ BJPക്കെതിരെ പൊരുതുന്നവരാണ്. ജനാധിപത്യത്തിലെ ബഹുസ്വരത ലോകരാജ്യങ്ങളിൽ വിപുലപ്പെടുമ്പോൾ ഇന്ത്യയിൽ ശുഷ്കമാവുകയാണെന്നും മന്ത്രി പറഞ്ഞു. CPM ഏരിയ സെക്രട്ടറി KR ജൈത്രൻ അധ്യക്ഷനായി. ജോൺ ബ്രിട്ടാസ് MP, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, സംവിധായകൻ കമൽ, അശോകൻ ചെരുവിൽ, ഖദീജ മുംതാസ്, കരിവള്ളൂർ മുരളി തുടങ്ങിയവർ സംസാരിച്ചു. എന്നാൽ അമേരിക്കൻ ഭരണങ്ങൾ അംഗീകരിക്കുമ്പോൾ ആ വീൽ കറുത്ത വംശജരുണ്ടായിരുന്നില്ല. UDF തെക്കുംകര മണ്ഡലം തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. UDF തെക്കുംകര മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ NR സതീശൻ, PJ രാജു, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എൽദോ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യ രാജ്യം ഗാന്ധിജിയെടുത്ത തീരുമാനം, നേതാക്കന്മാരെടുത്ത തീരുമാനം ഈ രാജ്യത്തെ വെങ്ങാമുഖ പാറക്കുഴി കോൾപ്പടവിൽ കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം പൊന്നാനി കോൾ വികസന സമിതി പ്രസിഡന്റ് ജയാനന്ദൻ നിർവഹിച്ചു. പടവ് പ്രസിഡന്റ് KK ശശി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KK ജയദേവൻ, പടവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. 72 ഏക്കർ പാടത്ത് ഉമാവിത്താണ് ഇത്തവണ കർഷകർ കൃഷി ചെയ്തിട്ടുള്ളത്. ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി നഗരമണ മന ഋഷികേശ് നമ്പൂതിരി കൊടിയേറ്റി. മണക്കാട് പരമേശ്വരൻ നമ്പൂതിരി പരികർമ്മിയായിരുന്നു. താന്ത്രിക ചടങ്ങിന് പ്രാധാന്യം നൽകുന്ന ഉത്സവത്തിൽ ആചാര്യവരണ ചടങ്ങിന് ശേഷമാണ് കൊടികയറ്റം നടന്നത്. ക്ഷേത്രം തന്ത്രിമാരായ നഗരമണ, അണിമംഗലം, തരണനെല്ലൂർ കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് കൂറയും പവിത്രവും നൽകി സ്വീകരിക്കുന്ന ചടങ്ങാണ് ആചാര്യവരണം. കൂളമൺ മൂസാണ് ചടങ്ങ് നിർവഹിച്ചത്. പുണ്യാഹം ചെയ്ത് ശുദ്ധീകരിച്ച കൂർച്ചം, പുതിയ കൊടിക്കൂറ, മണി, മാല എന്നിവ ആവാഹിച്ച് പൂജിച്ചു. തുടർന്ന് പാണികൊട്ടി പുറത്തുവന്ന് കൊടിമര പ്രദക്ഷിണം ചെയ്ത് പൂജ നടത്തിയാണ് കൊടിയേറ്റം നിർവഹിച്ചത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു, ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് കൊരുമ്പ് മൃദംഗ കളരിയുടെ നേതൃത്വത്തിൽ കിഴക്കേ നടപ്പുരയിൽ മൃദംഗ മേളം അരങ്ങേറി. ഉത്സവത്തോടനുബന്ധിച്ച് ഭഗവാൻ ആദ്യമായി പുറത്തേക്ക് എഴുന്നള്ളുന്ന കൊടിപ്പുറത്ത് വിളക്ക് ഇന്ന് രാത്രി നടക്കും. നാല് പതിറ്റാണ്ടിലേറെയായി റേഡിയോയിലൂടെ മാത്രം വാർത്തകൾ അറിയുകയും സിനിമാ ഗാനങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുകയാണ് ഇരിങ്ങാലക്കുടക്കാരനായ സുരേഷ്. അത്യാധുനിക സൗകര്യങ്ങളുണ്ടായിട്ടും ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞ റേഡിയോയുടെ കൃത്യനിഷ്ഠയുള്ള ശ്രോതാവാണ് ഈ 54-കാരൻ.
നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സുരേഷ് റേഡിയോ കേട്ടു തുടങ്ങിയത്. റേഡിയോയുടെ ആ പ്രതാപകാലത്ത് ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന പാട്ടുകളും വിനോദ പരിപാടികളുമാണ് സുരേഷിനെ ആദ്യം ആകർഷിച്ചത്. 10ാം ക്ലാസ് കഴിഞ്ഞതോടെ കൂടുതൽ സമയവും റേഡിയോ പരിപാടികൾക്കായി മാറ്റിവെച്ചു. വാർത്തകളും ചലച്ചിത്ര ഗാനങ്ങളുമായിരുന്നു ഇഷ്ട പരിപാടികൾ. ചലച്ചിത്രഗാനങ്ങളും ന്യൂസും പിന്നെ അയ്യപ്പൻ പാട്ട്, പുള്ളവൻ പാട്ട്, ഉമ്മാട്ടി, അതുപോലെ തന്നെ കൈക്കൊട്ടിക്കളി കേൾക്കാറുണ്ട്. പിന്നെ തൊഴിലവസര വാർത്തകൾ കേൾക്കാറുണ്ട്, പ്രാദേശിക വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. കൂടുതൽ പാട്ട് കേൾക്കാറുണ്ട്, പാട്ടിന്റെ പരിപാടി കേൾക്കാറുണ്ട്. മലയാളത്തിൽ പുറത്തിറങ്ങിയ എല്ലാ ഗാനങ്ങളും ആകാശവാണിയിലൂടെ സുരേഷിന്റെ മനസ്സിൽ പതിഞ്ഞു. ഗാനരചയിതാവിന്റെയോ സംഗീതം നൽകിയ ആളുടെയോ പേരുകളൊക്കെ സുരേഷിന് മനഃപ്പാടമായി. ടാക്സ് കൺസൾട്ടന്റായി ജോലി നോക്കിയ കാലത്തും റേഡിയോ പ്രേമം തുടർന്നു. ജോലിക്ക് പോകുന്നതിന് മുൻപും തിരികെ എത്തിയതിനു ശേഷവും റേഡിയോ കേൾക്കുക എന്ന പതിവ് തെറ്റിക്കാറില്ല. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന റേഡിയോകളാണ് അക്കാലത്ത് സുരേഷ് ഉപയോഗിച്ചിരുന്നത്. സ്റ്റീരിയോ സെറ്റും ടിവിയും വീട്ടിൽ വാങ്ങിയപ്പോഴും സുരേഷ് തൻ്റെ റേഡിയോയ്ക്കൊപ്പം ഒതുങ്ങിക്കൂടി. ഇതുവരെ 20ഓളം റേഡിയോ സുരേഷ് ഉപയോഗിച്ചിട്ടുണ്ട്. കോവിഡിന് ശേഷം വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന സുരേഷിന് വാർത്തയും ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാതെ വയ്യ. തുടക്കത്തിൽ ആകാശവാണിയിലേക്ക് പലവട്ടം കത്തുകൾ അയച്ചിട്ടും ഒന്നും വായിച്ചു കേൾക്കാത്തതിലുള്ള പരിഭവവും മാറിയിട്ടില്ല സുരേഷിന്. TCV ന്യൂസ്, തൃശൂർ. പാവറട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയുടെ വാർഷികാഘോഷം കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി ഡേവിസ് അധ്യക്ഷയായി. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ജ്ഞാനപാന പുരസ്കാര ജേതാവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയെ ദേവസൂര്യ പ്രസിഡന്റ് KC അഭിലാഷ്, വനിതാവേദി ചെയർപേഴ്സൺ സജിത വിജയൻ, ബാലവേദി പ്രസിഡന്റ് സ്റ്റിനോ അറക്കൽ, സീനിയർ സിറ്റിസൺസ് ചെയർമാൻ വേണു ബ്രഹ്മകുളം എന്നിവർ ചേർന്ന് പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഗുരുവായൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ, ദേവുട്ടി ഗുരുവായൂർ, സിദ്ദിഖ് കൈതമുക്ക്, സാംസ്കാരിക പ്രവർത്തകൻ സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി, റജി വിളക്കാട്ടുപാടം തുടങ്ങിയവർ പങ്കെടുത്തു. മൂന്നുമുറി ഒമ്പതുങ്ങൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 21ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. ഭാഗവത വേദാചാര്യ മുംബൈ മുല്ലമംഗലം ത്രിവിക്രമൻ നമ്പൂതിരി യജ്ഞാചാര്യനായുള്ള സപ്താഹത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച വൈകിട്ട് സർവൈശ്വര്യ പൂജയും വെള്ളിയാഴ്ച രുക്മിണി സ്വയംവര ഘോഷയാത്രയും ഉണ്ടാകും. 28-ന് ആറാട്ടോടെ യജ്ഞം സമാപിക്കും. കോടാലി മുരുക്കുങ്ങൽ സെന്റ് ജോസഫ് ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. ഫാദർ ജെയ്സൺ കരിപ്പായി കൊടിയേറ്റം നടത്തി. വികാരി ഫാദർ ടോണി പാറേക്കാടൻ, ഫാദർ ബാബു കട്ടക്കയം എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഈ മാസം 30, മെയ് 1 തീയതികളിലാണ് തിരുനാൾ. മൂന്നുമുറി ഒമ്പതുങ്ങൽ ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. പൊങ്കാല സമർപ്പണത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കലശാഭിഷേകം, രുദ്രാഭിഷേകം, പൊങ്കാല സമർപ്പണം, അന്നദാനം, സഹസ്രനാമജപം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. മച്ചാട് ഗുരുസ്മരണ ഉടുക്കുവാദ്യ ശാസ്താംപാട്ട് കലാസംഘത്തിന്റെ 43ാം വാർഷികാഘോഷം നടന്നു. പൊതുസമ്മേളനം കേരള സംഗീത നാടക അക്കാദമി അംഗം പെരിങ്ങോട് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശാസ്താംപാട്ട് കുലപതി മച്ചാട് സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് കെ മനോജ് കുമാർ, കെ രാമചന്ദ്രൻ, സി സുരേഷ്, AS രാജൻ, KS കുട്ടി, KS ദിലീപ്, അനീഷ് മച്ചാട്, വി സുജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് പ്രകടന പത്രികയെ സംബന്ധിച്ച് ന്യായവാദം കുന്നംകുളം വ്യാപാര ഭവനിൽ നടന്നു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം സംവാദങ്ങൾക്ക് മറുപടി നൽകി. UDF നിയോജക മണ്ഡലം ചെയർമാൻ ജയ്സിംഗ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം EP കമറുദ്ദീൻ, കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പ്രസാദ് പുലിക്കോടൻ, DCC ഭാരവാഹികളായ ബിജോയ് ബാബു, CI ഇട്ടി മാത്യു എന്നിവർ പങ്കെടുത്തു. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല മണ്ഡലം ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, K ജയശങ്കർ, സുരേഷ് മമ്പറമ്പിൽ, PS സുനീഷ്, വിനോദിനി പാലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു.
മുല്ലശ്ശേരി ശ്രീ ഹനുമാൻകാവ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനാഘോഷം നടന്നു. ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് തന്ത്രി CK നാരായണൻകുട്ടി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം MK ശങ്കരൻകുട്ടി നിർവഹിച്ചു. EP കൊച്ചുമോൻ, മീന മോഹനൻ, വത്സല സുബ്രഹ്മണ്യൻ, TM വിജയൻ, PR സജീവൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് സ്നേഹകൂടാരം കലാകായിക സാംസ്കാരിക വേദിയുടെ ദശദിന ശില്പശാലയ്ക്ക് മുണ്ടത്തിക്കോട് DV LP സ്കൂളിൽ തുടക്കമായി. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് AM സിമി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സുധി പന്തക്കൽ അധ്യക്ഷത വഹിച്ചു. ചിന്തപാട്ട് കലാകാരി ഹൃദ്യ ശലിൽ, പാതിരിക്കോട്ടുകാവ് ക്ഷേത്രസമിതി സെക്രട്ടറി രാജു മാരാത്ത്, നൌഷാദ് അമ്പലപുരം, സുമതിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. നാടക കലാകാരൻ ഷാജി മാരാത്ത്, വെടിക്കെട്ട് അമരക്കാരൻ PM സതീഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ആലത്തൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. യൂത്ത് ലീഗ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ ഉദ്ഘാടനം ചെയ്തു. UDF കടവലൂർ മണ്ഡലം ചെയർമാൻ ഫൈസൽ കാഞ്ഞിരപ്പള്ളി അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, ആലത്തൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ജനറൽ കൺവീനർ PM അമീർ സാഹിബ് എന്നിവർ സംസാരിച്ചു. അഗതിയൂർ കലശമല ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടന്നു. ക്ഷേത്രം തന്ത്രി ചേറ്റുപുഴ അഭേദാനന്ദാശ്രമ മഠാധിപതി വിശ്വേശ്വരാനന്ദ സരസ്വതി സ്വാമി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 24-ന് കലശാഭിഷേകം നടക്കും. എരുമപ്പെട്ടി ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ സമർപ്പിത സംഗമവും ജൂബിലി ആഘോഷവും നടന്നു. പൊതുസമ്മേളനം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാറ്റോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. രാമനാഥപുരം രൂപത സാന്തോ പാസ്റ്റർ ഡയറക്ടർ ഫാദർ അഗസ്റ്റിൻ ചിരിയൻ കണ്ടത്ത് അധ്യക്ഷത വഹിച്ചു. ജൂബിലേറിയൻ ഫാദർ ഷൈജു ആളു, ഫാദർ സിബി ചിരിയൻ കണ്ടത്ത് എന്നിവരെ ആദരിച്ചു. സിസ്റ്റർ ലിൻഡ ജീസ് കൂടാതെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സിസ്റ്റർ സെലീൻ കുര്യൻ, എല്ലാവരും തന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ ഈ മെത്രാന്മാര് അച്ഛന്മാർക്ക് സമർപ്പിതരിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ ഈ ഒരു കൂട്ടായ്മ. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വേലൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുചക്ര വാഹന റാലി സംഘടിപ്പിച്ചു. തലക്കോട്ടുകരയിൽ നിന്ന് ആരംഭിച്ച റാലി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫ്രെഡി ജോൺ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിവേക് മാക്കേത്തിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. ചുങ്കം സെന്ററിൽ നടന്ന സമാപന സമ്മേളനം യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി PN വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് PK ശ്യാംകുമാർ, മറഡോണ പീറ്റർ, അക്ബർ പഴവൂർ എന്നിവർ സംസാരിച്ചു. വാണിജ്യം. പരിശുദ്ധ സ്വർണത്തിന്റെ പൂർണ്ണതയുമായി സ്റ്റാർസ് ഗോൾഡിന്റെ പുതിയ ഷോറൂം തൃശൂർ തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തിരൂർ J&L ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ച സ്റ്റാർസ് ഗോൾഡിന്റെ രണ്ടാമത്തെ ഷോറൂം ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പന മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം M സുരേഷ് IM വിജയന് നൽകി നിർവഹിച്ചു. ചടങ്ങിൽ സ്റ്റാർസ് ഗോൾഡ് സാരഥികളായ VG സന്തോഷ്, അനൂപ് K നാരായണൻ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, സഹകാരികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ തുടങ്ങിയ എല്ലാ തരത്തിലുമുള്ള ഓർണമെന്റുകളുടെ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാത്തരം പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9482781143. സുധർമ്മ മെട്രോപോളിസ് ലാബോറട്ടറിയുടെ സേവനങ്ങൾ ഇനി തൃശൂർ വടൂക്കരയിലും. ലാബോറട്ടറിയുടെ കളക്ഷൻ സെന്റർ ചാണപ്പട്ട ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. 4000-ൽ പരം ടെസ്റ്റുകൾ, 250ഓളം ലാബുകൾ, 1500ഓളം പേഷ്യന്റ് സർവീസ് സെന്ററുകൾ, കൃത്യതയാർന്ന രോഗനിർണയം എന്നിങ്ങനെ ആരോഗ്യരംഗത്ത് 40 വർഷത്തിലേറെയായുള്ള പ്രവർത്തന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വാസമാർജിച്ച തൃശൂർ ജില്ലയിലെ ആദ്യ NABL അംഗീകൃത ലബോറട്ടറിയുമാണ് സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി. മികച്ച ഉപഭോക്തൃ സേവനങ്ങളുമായി മുന്നേറുന്ന ലബോറട്ടറിയുടെ പുതിയ കളക്ഷൻ സെന്ററാണ് വടൂക്കര ചാണപ്പട്ട ജംഗ്ഷനിലെ വൈദ്യരത്നം ഔഷധശാലയ്ക്ക് എതിർവശത്തെ ആഷിക മൻസിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചത്. സെന്ററിന്റെ ഉദ്ഘാടനം സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി CEO C സുരേന്ദ്രൻ നിർവഹിച്ചു. സുധർമ്മ മെട്രോപോളിസ് കേരള ക്ലസ്റ്റർ ഹെഡ് ബിജു R പിള്ളൈ, കേരള സോണൽ സെയിൽസ് മാനേജർ AN പീതാംബരൻ, തൃശൂർ ചീഫ് ഓഫ് ലാബ് ഡോക്ടർ M സേവ്യർ,
തൃശൂർ ലാബ് മാനേജർ രാകേഷ് കുമാർ, ജീവനക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ സന്നിഹിതരായി. ക്യാൻസർ മാർക്കറുകൾ, അലർജി സ്ക്രീനിംഗ് ഉൾപ്പെടെയുള്ള എല്ലാവിധ അടിസ്ഥാന രോഗനിർണയ പരിശോധനകളും ഉൾപ്പെടുത്തിക്കൊണ്ട് 1000 മുതൽ 6000 രൂപ വരെയുള്ള വെൽനസ് പാക്കേജുകൾ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറിയുടെ മാത്രം സവിശേഷതയാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു മാസം വെറും 99 രൂപയ്ക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, തൈറോയിഡ്, കൊളസ്ട്രോൾ പരിശോധനകൾ നടത്താനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച് ടെസ്റ്റ് സാമ്പിൾ കളക്ഷനുകൾ വീടുകളിലെത്തിയും നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഉദ്യോഗസ്ഥ താൽപര്യത്തിന് മാറ്റാൻ അനുവദിക്കില്ലെന്ന് തിരുവമ്പാടി ദേവസ്വം. കമ്മീഷണർ അങ്കിത് അശോകനെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഇന്നുണ്ടായേക്കും. സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന് 3 നാൾ കൂടി. ദേശീയ നേതാക്കളെ രംഗത്തിറക്കി പ്രചരണ രംഗം കൊഴുപ്പിച്ച് മുന്നണികൾ. വോട്ടെടുപ്പ് വെള്ളിയാഴ്ച. കലേറ്റുങ്ങര റെയിൽവേ സ്റ്റേഷന് സമീപ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകൾ കത്തിനശിച്ചു. 10ഓളം ഇരുചക്ര വാഹനങ്ങളാണ് കത്തിനശിച്ചത്. തീപിടുത്തത്തിന് കാരണം വ്യക്തമായി. മാങ്ങാട്ടുകരയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥാപിച്ച VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ച നിലയിൽ. ഇരിങ്ങാലക്കുടയിൽ ഇന്നസെന്റിന്റെ ചിത്രം വെച്ച് സ്ഥാനാർത്ഥി പൂരം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.